ഹായ് ഹലോ എവരി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി പ്ലസ് ക്രൂഡ് ഓയിൽ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നമ്മുടെ സൺഡേത്തേക്കുള്ള അനാലിസിസ് ആണ് ഓൺ ബഡ്ജറ്റ്, റൈറ്റ്? സോ ബഡ്ജറ്റ് അനാലിസിസ് ആയതുകൊണ്ട് ശ്രദ്ധിക്കുക, വോളറ്റിലിറ്റി കൂടുതലായിരിക്കും, വോളറ്റൈലായിരിക്കും, ലെവൽസ് മാർക്ക് ചെയ്തിട്ട് കാര്യമില്ല, റൈറ്റ്? ബട്ട് യെസ്, ഓൺ ബഡ്ജറ്റ് ഡേ ലെവൽസ് നമ്മുടെ വർക്ക് ചെയ്യില്ല. ബട്ട് പ്രൈസ് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഓർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് പിന്നെ വരുന്ന മൂവ് നമുക്ക് ജെന്യൂൻ മൂവ് കിട്ടും. വോളറ്റൈലായിരിക്കും. സോ മോർണിംഗ് ഫസ്റ്റ് സെഷൻ 3 വോളറ്റൈലായിരിക്കും. 10-10:30 കഴിഞ്ഞിട്ടായിരിക്കും എന്തെങ്കിലും നമുക്ക് പ്രോപ്പർ മൂവ് കിട്ടുന്നത്. സ്റ്റാർട്ടിങ് 1 hour ഒന്നും കിട്ടത്തില്ല. സൈഡ് വേസ് ആയിരിക്കും, മേ ബി മൂവ് കിട്ടും, ബട്ട് സൈഡ് വേസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടേ നമുക്ക് 10:30 ഐറ്റിംഗ് ആണ്, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്തെങ്കിലും മൂവ് കിട്ടുകയുള്ളൂ ഓൺ ബഡ്ജറ്റ് ബേസ്ഡ്, റൈറ്റ്? ശ്രദ്ധിക്കുക, ട്രേഡ് ചെയ്യേണ്ടെന്നാണ് എൻ്റെ ഒരു സജഷൻ. ചെയ്ത റിസ്ക് അതനുസരിച്ചുണ്ടാവുള്ളൂ. മാർക്കറ്റ് സെറ്റിലായി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടും, യെസ് പ്രോപ്പറായി, ദെൻ അത് കഴിഞ്ഞിട്ട് മൂവ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. അങ്ങനെയാണ്. സോ ഇനി നമ്മുടെ നിഫ്റ്റി അനാലിസിസ് അടക്കം. നിഫ്റ്റി നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്നലെ എന്താണ്, ഇന്ന് നടന്നത് എന്താണ്, ഓക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. അതനുസരിച്ച് മാർക്കറ്റ് എന്തായി, പ്രോപ്പർലി 1, 2, ഫുൾ 3 ആൻഡ് 4 ആൻഡ് 5 ഇനി കിടക്കുന്നു, മേ ബി. ഓക്കെ, ഇത് 4 ആണ്. ഇത് ഇന്നലെ ഇത്ര വലിയ ഹ്യൂജ് ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിലായിരുന്നു, ക്ലോസിങ് ടോപ്പിലായിരുന്നു, ഓക്കെ ഓൺ ടോപ്പിലായിരുന്നു. സോ എല്ലാവരും എന്തായിരുന്നു, ബുള്ളിഷായിരുന്നു, റൈറ്റ്? ബുള്ളിഷായിരുന്നു. ബട്ട് ഓൺലി ഇല്ലിയറ്റ് വേ ബേസ്ഡ് തിയറിയിൽ മാത്രമേ നമ്മൾ അത് ഇല്ലിയറ്റ് വേ തിയറി മീൻസ് സ്ട്രക്ചർ മൂവ് എന്നാണ്, ഓക്കെ? സോ നമ്മൾ DD എങ്ങനെയാണ്, ഇത് എ ബി സിയുടെ തേർഡിൻ്റെ മൂവാണ്. തേർഡിൻ്റെ മൂവ് നമ്മൾ ഞാൻ ഇന്നലെയും പറഞ്ഞു. ഞാൻ ഇതല്ല പറയണേ, ഞാൻ പറഞ്ഞത് എക്സാക്റ്റാണ് മാർക്കറ്റ് നടന്നത്, പ്രോപ്പറാണ്. ഇത് തന്നെ മൂവ് കിട്ടി, പെൻ പോയിന്റ് കിട്ടി, അതൊക്കെ എനിക്കതല്ല പറയാനുള്ളത്. എല്ലിയറ്റ് വ്യൂ തിയറി നമുക്ക് അറിയാൻ പറ്റും നേരത്തെ. ഞാൻ പൊസിഷൻ എടുത്തോ ഇല്ല നോക്കിയിട്ട് കാര്യം, അത് റിസ്ക് ആണ്. നമ്മൾ എന്തിനെ, നമുക്ക് പ്രിഡിക്റ്റാണ്, നമ്മളിപ്പോൾ പ്രിഡിക്റ്റാണ് ചെയ്യുന്നത് അതിൽ. സോ അതാണ് മസ്റ്റായിട്ട്, ഓക്കെ? പഠിക്കുക, അതനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുക, എന്താണ് നടക്കുന്നത്. സോ ഇപ്പോൾ ഓൺ ടോപ്പ് ഇപ്പോൾ നമ്മൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, സപ്പോസ് ഇത് 1, ഓക്കെ 2 and 3, 161.80% പ്രൈസ് ഇന്നലെ അവിടെ ആ ടാർഗറ്റ് അടിച്ചായിരുന്നു, ഓക്കെ? മൂവ് എത്ര ഉണ്ടായിരുന്നു, അഞ്ചാമത്തെ മൂവ് 1, 2, 3, 4, 5, ഓക്കെ? 5ൽ 5 മൂവ്സ് ഉണ്ടാവണം. തേർഡിൻ്റെ 5th ആണ്, അതിൻ്റെ മൂവ്സ് ഉണ്ടാവും 1, 2, 3, 4, 5, ഓക്കെ? സ്മോൾ ടൈം ഫ്രെയിമിൽ വന്ന് നോക്കുകയാണെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് എൻഡി ലെവൽ പാറ്റേൺ ഫോമും ചെയ്തായിരുന്നു, ഓക്കെ? കണ്ട, ഇത് 1, 2, 3, 4 and 5 ടൈപ്പ് ഓഫ് എൻഡിങ് ലെവൽ പാറ്റേൺ ഇവിടെ ഫോം ചെയ്തായിരുന്നു. സോ ഓവറോൾ എന്തായിരുന്നു, ഇതാണ് എല്ലിയറ്റ് വ്യൂ തിയറി പറഞ്ഞത്. ദാറ്റ് മീൻസ് റിസ്ക് ആണ് നാളത്തേക്ക് പൊസിഷൻ സി എടുക്കാൻ. മനസ്സിലാക്കിയെടുക്കുക. ഇപ്പോൾ നാളെ ഇത് തന്നെ നിങ്ങൾക്ക് തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഓപ്പൺലി പറയണേ, ഞാൻ ഹൈഡൊന്നും ചെയ്യാറില്ല ഇവിടെ. എന്ന് വെച്ചാൽ ഞാൻ ശരിക്കും ഓപ്പൺലിയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് മറിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാളെ നിങ്ങൾക്ക് അതനുസരിച്ച് എല്ലാം നിങ്ങൾക്ക് തന്നെ അത് അനലൈസ് ചെയ്യാൻ പറ്റും. പ്രോപ്പർലി ഇങ്ങനെ തന്നെ ചെയ്യുക, ഇങ്ങനെ തന്നെ പഠിക്കുക. എല്ലാം സ്റ്റോക്സ് ആയാലും ഇൻഡെക്സ് ആയാലും എല്ലാം ഇതുപോലെ തന്നെ ഓപ്പൺലി ചെയ്യാം. ലേണിംഗ് മസ്റ്റാണ്. പ്രാക്ടീസ് ചെയ്യുക, ഇഷ്ടംപോലെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും പ്രിഡിക്റ്റ് ചെയ്യാവുള്ളൂ, അല്ലാണ്ട് റിസ്ക് കൂടും, ഓക്കെ? സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രദ്ധിക്കുക. ഇനി അപ്കമിങ് ടൈമിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ഇത് റീഡ് ചെയ്യുക. ആൻഡ് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു, ഞാൻ ഇന്നലത്തെ തമ്പനെയിൽ മസ്റ്റായിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഇന്നലത്തെ വീഡിയോ. അതിൻ്റെ തമ്പനെയിൽ കണ്ടോ, കോഷൻ ബിഫോർ ബഡ്ജറ്റ്, അതുവരെ ഞാൻ പറഞ്ഞായിരുന്നു. റീസൺ ഇത് കണ്ടോ, റീസൺ എന്ന് വെച്ചാൽ തേർഡിൻ്റെ 5th മൂവ് കഴിഞ്ഞു. അവിടെ ഡയഗണൽ പാറ്റേൺ, എൻഡി ഡയഗണൽ പാറ്റേൺ ടൈപ്പ് ഓഫ് ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കുന്നു. അഞ്ചാമത്തെ ഇൻറ്റേർണൽ സ്മോൾ മൂവ്സ് ഉണ്ട്, 5 മൂവ്സ് ഉണ്ട്. സോ ഫ്ലാറ്റ് ടു നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോൾ ആണ് എക്സ്പെക്ട് ചെയ്തത്. ബട്ട് അവർ അതിൻ്റെ മുന്നേ തന്നെ നേരെ ഗ്യാപ് ഡൗൺ ആക്കി. അത് അവരുടെ ഇഷ്ടത്തിലാണ്, നമ്മുടെ അല്ല. ബട്ട് ഇതാരും പ്രിഡിക്റ്റ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ മാർക്കറ്റ് സ്ട്രക്ചർ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് നമുക്കത് ഒരു ഐഡിയ കിട്ടും. ജസ്റ്റ് നാളെ മേ ബി ഫോൾ കാണും, നമുക്കത് മേ ബി നാളെ ഫോൾ കിട്ടും. അല്ലാണ്ട് ഗ്യാപ് ഡൗൺ ആവുമെന്ന് ഞാനത് പ്രതീക്ഷയില്ലായിരുന്നു. അത്ര വലിയ, അതും നേരെ 170-180 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ് ഡൗൺ, ഓക്കെ? പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു, നല്ലൊരു വ്യൂസും നല്ലൊരു ലൈക്സ് കിട്ടി. 35 ലൈക്സ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇതനുസരിച്ച് ലവ് ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്താൽ അതനുസരിച്ച് എനിക്ക് ഇനി വീഡിയോ ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. പ്ലീസ് മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യണം. ആൻഡ് താങ്ക് യു സോ മച്ച് ടു ഓൾ ദോസ് ഹു ആർ ലൈക്കിങ്, ഷെയറിങ് ആൻഡ് കമൻറ്റും ചെയ്യുന്നുണ്ട് ഡെയിലി, ഓക്കെ? സോ ഇനി നെക്സ്റ്റ് എന്താണ് നമുക്ക് അതാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്, ഓക്കെ? സോ ഇനി സ്ട്രക്ചർ മാറിയേക്കനെ 15 മിനിറ്റ്സിൻ്റെ തേർഡ് ഇവിടെ കംപ്ലീറ്റ് ആയി, 1, 2, 3 കംപ്ലീറ്റ് ആയി. ഇത് 4th ആണ്, സ്റ്റിൽ 4th ആണ്. ഒന്നുകൂടി ഞാൻ പറയാം, 15 മിനിറ്റ്സ് ടൈം. ഇനി ബാക്കി ഇൻ്റർണൽ എല്ലാം മാറുന്നു.
ഓക്കെ. ഇനിയിപ്പോൾ നടക്കുന്നത് ഇത് 1 ആണ്, ഇത് 2 ആയി, ഇത് ഫുൾ 3 ആയി, ഇത് 4 ആണ്, സ്റ്റിൽ 4 ആണ്. 4 ബോട്ടം ഔട്ടായി, അതിൻ്റെ ഒരു സൈൻ ഇപ്പോൾ ഇല്ല. സോ ബോട്ടം 4th ഇവിടെ വരെയും വരാം, ഇവിടെ വരെ വരാം, അത് നമുക്ക് നോക്കാം. ദെൻ 5 സ്റ്റാർട്ട് ആവുള്ളൂ. ആദ്യം 4 കംപ്ലീറ്റ് ആവട്ടെ. ഓക്കെ. ഇപ്പോൾ ഇനി നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് 3rd ആൻഡ് ഹൈ നമ്മുടെ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ. ഇപ്പം നമുക്ക് നോക്കാനുള്ളത് 4th ആണ്. ഓക്കെ. 4th ഇന്ന് 4th 50% ടച്ച് ചെയ്തിട്ടില്ല. 50 റേഷ്യോ ആണ് 25,193. ഓക്കെ. സോ സ്റ്റിൽ ഈ ഒരു സപ്പോർട്ട് വാല്യൂബിൾ ആണ്. ഓക്കെ. ഇത്ര വരെ മാർക്കറ്റ് ഇനി വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ. പിന്നെ 3rd എക്സ്റ്റൻഷനിലായിരുന്നു. സോ മേ ബി ഇത് ബോട്ടം ഔട്ട് ആവാം. 3rd എക്സ്റ്റൻഷനിലായിരുന്നല്ലോ, മേ ബി ഇത് ബോട്ടം ഔട്ട് ആവാം. ബട്ട് ഇത് 3rd 5 മൂവ്സ് ഉണ്ടായിരുന്നു. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ 200% അബവാണ് എക്സ്റ്റൻഷനിൽ മൂവ് കയറുള്ളൂ. ഇത് എക്സ്റ്റൻഷനല്ല, നോർമൽ എക്സ്റ്റൻഷൻ. എക്സ്റ്റൻഷനിലും ഒത്തിരി എക്സ്റ്റൻഷൻസ് ഉണ്ട്, മനസ്സിലാക്കിയെടുക്കുക. നോർമലാണ് ലെഗ് എന്ന് പറയാം. 161.80% അതിൻ്റെ എന്തായാലും ജെന്വൻ ഒരു ഇതാണ്, റേഷ്യൂസാണ്. പിന്നെ എൻ്റെ അടുത്ത് ഇന്നലെ ഇവർ ചോദിച്ചായിരുന്നു, ഒരു കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് സൂപ്പറാട്ടോ, അങ്ങനെ ചോദിക്കണം, ചോദിച്ചാലേ അതറിയാൻ പറ്റുള്ളൂ. ഞാനത് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ ആൻസറും തന്നു. മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് മാർക്കറ്റ് 3rd വേവിൽ 5 മൂവ്സ് കംപ്ലീറ്റ് ചെയ്യും. 1 2 3 4 5 ആൻഡ് അതിൻ്റെ റേഷ്യോ 161.80% അടിക്കുകയാണെങ്കിൽ 3rd കംപ്ലീറ്റ് ആയി എന്ന് പറയാം. മനസ്സിലായോ? സോ 3rd വേവിൽ ഇൻറ്റേർണൽ 5 മൂവ്സ് ഉണ്ടാവാൻ യൂഷ്വലി മസ്റ്റ് ആണെന്ന് പറയാം, ആൻഡ് യൂഷ്വലി ഉണ്ടാവാറുണ്ട്. അത് കൺഫ്യൂസ് ചെയ്യും അവർ. ഡിഫറെൻറ്റ് സിനാരിയോസിലാണ്. സിനാരിയോസ് മേ ബി കാരണം വെച്ചാൽ നമ്മുടെ ലീഡിങ് പാറ്റേണിൽ 161.80% പോകാറില്ല. 61 ആകെ ഇത്ര പോകാറുള്ളൂ. 100% റേഷ്യോസ് വേറെയാണ്. എല്ലാം ഡിഫറെൻറ്റ് ആണ്. കൺഫ്യൂസ് സ്റ്റാർട്ടിങ് വെച്ച് കൺഫ്യൂസ് ഉണ്ടാകും. ബട്ട് യെസ്, ഞാനതുകൊണ്ടാണ് ഡെയിലി ഒരു അനാലിസിസ് ഷെയർ ചെയ്യാറുണ്ട് നിങ്ങളുടെ കൂടെ. സ്ലോലി അതെല്ലാം ക്ലിയർ ചെയ്യുക. ഇത്തിരി ടൈം എടുക്കും, ബട്ട് യെസ്, ജെന്വൻ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. ഇനി നമുക്ക് വേഗം സമയം കളയാതെ ഇനി നെക്സ്റ്റ് എന്താ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ഇപ്പോൾ ഐ തിങ്ക് മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും, അതെല്ലാവർക്കും അറിയാം. മാർക്കറ്റ് ഇപ്പോൾ ട്രാങ്കിൾ ഇത് കണ്ടോ, ഇത്ര വരെ ചാൻസസ് ഉണ്ട്. മേ ബി ഇവിടെ ട്രാങ്കിൾ ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കും എനിക്കറിയില്ല. അത് ഇവിടുന്ന് ഈ ഒരു ഇതും കൂടി കാണുന്നുണ്ട്, 2-3 സപ്പോർട്ട്സ് ഇങ്ങനെയൊക്കെ. മേ ബി ട്രാങ്കിൾ ഉണ്ടാക്കാം മൺഡേ മോർണിംഗ്. സോ മോർണിംഗ് മേ ബി ചിലപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ നെഗറ്റീവ് ഓപ്പണിംഗ് നേരെ ഡൗൺ, ആൻഡ് ദെൻ ചാൻസസ് ഉണ്ട് പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോകും. ഓക്കെ. ദെൻ സപ്പോർട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഡയറക്റ്റ്ലി ചാൻസസ് കുറവാണ് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ളത്. ഓക്കെ. അതാണ്. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഷാർപ്പായിരുന്നു, അതുകൊണ്ടാണ് 4th ഇവർ ഇത്തിരി കൺസൾട്ടേഷൻ കൂടുതൽ കാണുന്നുണ്ട്. ട്രാങ്കിൾ പാറ്റേൺ ഫുൾ കംപ്ലീറ്റ് ചെയ്താൽ ദാറ്റ് മീൻസ് ഈ ഒരു ട്രാങ്കിൾ, മുകളിലത്തെ ഈ ട്രാങ്കിൾ ഉണ്ടല്ലോ, ഇത് ഞാനിപ്പോൾ ബ്ലൂ ആക്കി തരാം. മനസ്സിലാക്കി എടുക്കുക എന്താണ് ഞാൻ പറയണത്. ഇപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഈ ബ്ലൂ അകത്ത് നമ്മൾ കൗണ്ട് ചെയ്യണമെങ്കിൽ 1 2 3 4 ദാറ്റ് മീൻസ് A B C D E. സോ ഈ ഒരു ബ്ലൂ ട്രാങ്കിൾ ഹോൾഡ് ചെയ്താൽ തിരിച്ച് മുകളിലേക്ക് പ്രോപ്പർലി ഹോൾഡ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് കയറുവാണെങ്കിൽ ഫാസ്റ്റ് മൂവ് കിട്ടും. ഓക്കെ. ഈ ബ്ലൂ ട്രാങ്കിൾ അകത്തുള്ളതാണ്. ഓക്കെ. ഇത് തന്നെ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് ഇവിടെ നിന്ന് മുകളിലേക്കാണെങ്കിൽ ഫാസ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്യും. സോ ആ ഒരു സിനാരിയോയിൽ ഇതിൻ്റെ ABCD ട്രാങ്കിളുടെ അകത്തുള്ള 5 മൂവ്സ് കംപ്ലീറ്റ് ആകുമെന്ന് പറയാം. ഇൻ കേസ് ഈ ബ്ലൂ ട്രാങ്കിൾ ഹോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ പ്രൈസ് താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. പിന്നെ മേ ബി ഫുൾ ഡേ കൺസോളിഡേഷൻ ഓർ സംതിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. 2-3 സിനാരിയോസ് വരുന്നുണ്ട്. എനിക്ക് അത് ഇവിടെ നിന്ന് ഇത് ഇങ്ങനെയും വരുന്നുണ്ട്. 4th ട്രാങ്കിൾ ആവാം, 333 കറക്ഷൻ ആവാം. ഇൻ കേസ് സൺഡേ ഒന്നും കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അവർ സൈഡ് വേസ് ആക്കും മൊത്തം ഫുൾ ഡേ. സോ 2-3 സിനാരിയോസാണ്. നോക്കണം മാർക്കറ്റിൽ എന്താണ് വീക്ക്നെസ് എപ്പോഴാകുക, അതൊരു ഇതാണല്ലോ. ചിലപ്പോൾ ഇനി വീക്ക്നെസ്സിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാവുമല്ലോ. സോ എന്ത് ചെയ്യുക, വീക്ക്നെസ് 161.80%, 25,130 ഇത് ബ്രേക്കായ മാർക്കറ്റ് പിന്നെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ അത്ര ഹ്യൂജ് അല്ല, ബട്ട് ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്. 81.0%, 100% ആൻഡ് ഫോർത്ത്. ഓക്കെ. അത് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ബട്ട് ഈ ഒരു ലെവലാണ് മെയിനായിട്ട് ഇത് ഇത്തിരി ചിക്കാക്കി നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ. യെസ്, 25,130 ഇതിൻ്റെ ബിലോ പ്രൈസ് പോവുകയാണെങ്കിൽ പിന്നെ സംതിങ് ഒരു സ്ട്രക്ചർ കോളായി എന്ന് പറയാം. പിന്നെ വീക്ക്നെസ് ആണ്. പിന്നെ മീൻസ് പ്രോപ്പർ സ്ട്രക്ചർ അല്ല. ദാറ്റ് മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ നെക്സ്റ്റ് ഇവിടുന്ന് കൺസോളിഡേഷൻ 4th ആൻഡ് ദെൻ ഷാർപ്പ് മൂവ് മുകളിലേക്ക് 5th നമുക്ക് കിട്ടും. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ചിലപ്പോൾ അത് കോളാവും. ഓക്കെ. പിന്നെ 5th ഇൻ കേസ് ഇവിടെ എവിടെയെങ്കിലും ബോട്ടം ഔട്ട് ആവുകയാണെങ്കിൽ
ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ തേർഡിൻ്റെ ഹൈ പിടിക്കുക ആൻഡ് ഫിഫ്ത്തിൻ്റെ ലോ ഏതാണ്, ഇതാണോ അവിടെയാണോ ഏതാണല്ലോ ആ ലോ നോക്കിയിട്ട് ടാർഗറ്റ് വെച്ചാൽ മതി. 111%, 127, 161%, 0%, അങ്ങനെ മുകളിലേക്ക് വയ്ക്കാം. ഓക്കെ, ഈ മുകളിലേക്ക് പിന്നെ സമയമുണ്ടല്ലോ. പിന്നെ എക്സാക്ട്ലി ടോപ്പ് ഔട്ട് സിഗ്നൽ തരുമല്ലോ, ഈസി അല്ലല്ലോ. ഡയറക്റ്റ് മുകളിൽ പോയി സഡൻ താഴേക്ക് ഒന്നും ഇടാൻ പോകില്ല ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. മേ ബി ഇതിനകത്ത് ചിലപ്പോൾ മേ ബി ചാൻസസ് ഉണ്ട് ഇവർ എന്ത് ചെയ്യും, ഈ ലെഗ് ബുള്ളിഷ് വെക്കാനാണെങ്കിൽ ഹിയർ ടു 61.80% ഏതാണ് നമ്മൾ ഇത് ചെയ്താൽ, ഇത് എന്തായാലും ടച്ച് ചെയ്യാൻ നോക്കും. 25,523 ഇത് എന്തായാലും ടച്ച് ചെയ്യാൻ നോക്കും. ഇതിൻ്റെ ഫിഫ്ത്ത് അങ്ങനെ ആണെങ്കിൽ, കാരണം വെച്ചാൽ ഇവിടെ ഇമ്പൾസ് മൂവ് 61.80% ടച്ച് ചെയ്താലേ ഇമ്പൾസീവ് മൂവ്, ബിഗർ ടൈം ഫ്രെയിം ഇമ്പൾസീവ് മൂവ് ആവും. ദാറ്റ് മീൻസ് ഒരു ലാസ്റ്റ് ലെഗിന് 61.80% ടച്ച് ചെയ്താലേ മാത്രമേ ശരിക്കും ഇമ്പൾസീവ് മൂവിലേക്ക് കയറി. ദാറ്റ് മീൻസ് ഈ ലെഗിൽ പ്രൈസ് ബുളിഷ്നെസ് കാണിക്കുന്നുണ്ടെന്ന് പറയാം. സൈൻ ഓഫ് റിവേഴ്സലും ബിഗർ ടൈം ഫ്രെയിമിൻ്റെ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു റെഡ് തിക്കാക്കി മാർക്ക് ചെയ്ത് ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവാൻ തുടങ്ങി. ദാറ്റ് മീൻസ് ബിഗർ ടൈം ഫ്രെയിമിൽ എവിടെയും ഒരു ബുൾസ് ഇൻട്രസ്റ്റഡ് ആണ്. സോ ഇവർ ഇത് ഹൗ ഇത് ടച്ച് ചെയ്യണം. ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ വെരി ഗുഡ്. ആൻഡ് 81.20% അടിപൊളി. റീട്രേസ്മെൻറ്റ് എന്തായാലും തരും. അപ്പോഴും ഇങ്ങനെ നമ്മൾ ബ്ലൈൻഡിലായിട്ട് മുകളിലേക്ക് പോകില്ല, അവിടെ നിന്ന് റീട്രേസ്മെൻറ്റ്. കാരണം 5ാമത്തെ മൂവിലാണ് നമ്മൾ. 5 മൂവ്സിൽ ഇതാണ് റൂൾസ്. എന്താ പറയുക, 5 മൂവ്സിൽ ഇത് എന്തായാലും 61.80% or 81.80% എന്തായാലും ടച്ച് ചെയ്തിരിക്കണം. ഒരു പോയിൻറ്റ് 2 പോയിൻറ്റ് മിസ്സായാലും 61.80%, ദാറ്റ് മീൻസ് സംതിങ് റോങ് ആണ്. സോ 61.80% എന്തായാലും ടച്ച് ചെയ്യണം. അതിൻ്റെ അബവ് പോകണമെങ്കിൽ വെരി ഗുഡ്. 81.80% അടിപൊളി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും 5 മൂവ്സായി. പിന്നെ അതിൻ്റെ ഒരു റീട്രേസ്മെൻറ്റ് എന്തായാലും നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ആയി. ഈ 5 മൂവ്സ് കഴിഞ്ഞാൽ ഡിഗ്രി കംപ്ലീറ്റ് ആയി. എന്തായാലും അതിൻ്റെ റീട്രേസ്മെൻറ്റ് കിട്ടുമ്പോൾ നമുക്ക് പിന്നെ സ്റ്റോക്ക് മേടിച്ചിട്ട് പിന്നെ ഇരിക്കുക മുകളിലേക്ക് ജേർണി. അത് അടിപൊളി മുകളിലേക്ക് സൂപ്പർ ന്യൂ ATHൻ്റെ ചിലപ്പോൾ ജേർണി നമുക്ക് കിട്ടും. സോ ഈസി അല്ല, ടൈം എടുക്കുക, ടൈം കൊടുക്കുക. എനിക്കത് തന്നെ പറയാനുള്ളതാണ് എപ്പോഴും. മാർക്കറ്റ് സ്ട്രക്ചറിൽ എന്തെങ്കിലും ലെവൽ ഡിലീറ്റ് ആയോ ഇല്ല? ഓക്കെ, എല്ലാം ഓക്കെ ആണല്ലോ. യെസ്, ഓക്കെ. സോ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് വേഗം ക്രൂഡ് ഓയിൽ അനാലിസിസ് എടുക്കാം. ക്രൂഡിൽ ഞാൻ എന്തെങ്കിലും പറയണോ? മുകളിൽ നിന്ന് നമുക്ക് ഇത് റീഡ് ചെയ്യാം കേട്ടോ. ഇത് 1, 2, ഓക്കെ, 3, 4 and 5. ഓക്കെ, ക്രൂഡ് ഇത് സപ്പോർട്ടാണ്. ആൻഡ് അത് സ്മോൾ ടൈം ഫ്രെയിം മാത്രമേ ഇനി ഇതിനകത്ത് എനിക്ക് റീഡ് ചെയ്യാനുള്ളൂ. സോ പ്രൈസ് ക്രൂഡ് ഒക്കെ 1, 2, 3, 4 and 5. ഓക്കെ, 5 മൂവ്സ് ആയി. ആൻഡ് ഇനി വരുന്ന മൂവ്സ് 50% മാത്രമേ ഇത് പോകാറുള്ളൂ. നോക്കാം എത്ര, 50% തന്നെയാണ്. 50% 61.80% ആണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ. 50% 61.80%. പക്ഷേ 5 മൂവ്സിലാണ് പോകേണ്ടത്. ഇതിപ്പോൾ പോയിക്കന്നെ എത്ര മൂവ്സിലാണ്? 1, 2, 3, 1, 2, 3. ഇപ്പോൾ പോവുകയാണ്. ഇത് 1 ആയി, ഇത് 2 ആയി, ഇത് 3 ഓൺ ഗോയിങ് ആണ്. ഓക്കെ, 15 minutes ടൈം ഫ്രീ 3. സോ 50% ആൻഡ് 61.80% അത്ര വരെ പോകാറുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും റീട്രേസ്മെൻറ്റ് തരേണ്ടതാണ്. 61.80% സസ്റ്റെയിൻ ആയാൽ, ദാറ്റ് മീൻസ് 60,000, 43, 45 ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഞാൻ ബുള്ളിഷ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇവിടുന്ന് ഹേർഡിലെടുത്ത് പ്രൈസ് തിരിച്ച് താഴേക്ക് വരും. ആൻഡ് ഈ ലോ പിന്നെ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും. ഈ ലോ ഓർ മേ ബി ഡബിൾ ബോട്ടം ഉണ്ടാക്കും. ഇവിടെ വരുമ്പോൾ നോക്കാം ഡബിൾ ബോട്ടം ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ടല്ലോ. കാരണം വെച്ചാൽ താഴേക്ക് വരുമ്പോൾ 5 മൂവ്സിലായിരിക്കും പിന്നെ വരുന്നത്. 15 minutes ടൈം ഫ്രെയിമിൻ്റെ അനാലിസിസ് ആണ് ഇത്, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റി 1, 2, 3 extension 4. ഓക്കെ, ബാങ്ക് നിഫ്റ്റി പ്രോപ്പർലി ഹേർഡിൽ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. 1, 2, 3, 4, 5, 6, 7. സോ 1, 2 ഇത് 3യുടെ അകത്തുള്ള സ്ട്രക്ചർ തന്നെയാണെന്ന് പറയാനുള്ളത് എനിക്ക്. 3യുടെ അകത്തുള്ള തന്നെ സ്ട്രക്ചറാണ് ഇത്. യെസ്, ഇതിൻ്റെ ഈ ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്കൗട്ടായ ബുള്ളിഷ്നെസ് ആയി. ഓക്കെ, ഈ സിംഗിൾ ലെഗിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോ 61.80% ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇതിൻ്റെ വിലോ പോയാൽ പിന്നെ വീക്ക്നെസ് ആണല്ലോ ഇതിനകത്ത്. ഇത് സപ്പോർട്ടാണ് ഈ ഏരിയ. ഇത് ബ്രേക്ക് ചെയ്താൽ പിന്നെ വീക്ക്നെസ് ആണ്. അതേ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതാണ്, അല്ലാണ്ട് ശരിയാവില്ല. 1, 2, 3 ഫുള്ളി സ്ട്രക്ചറുടെ 3 കൺഫ്യൂസ് ചെയ്യുകയാണ് ഈ ഒരു സംഭവം. ഈ ലോ ബ്രേക്ക് ആയ ഫർദർ വീക്ക്നെസ്, അല്ലെങ്കിൽ ഇവിടെ സപ്പോർട്ട് തിരിച്ച് മുകളിലേക്ക് വരും. പിന്നെ സഡൻ സപ്പോർട്ടാണ് 50%. അത്രേ ശരിക്കും ഇത് നിൽക്കുക, ഇത്ര വരെ ഇത് പോകാവുള്ളൂ. ഇതിന് ബിലോ പോയാൽ പിന്നെ ഇത് വീക്ക്നെസ് തുടങ്ങും. ഓക്കെ, ഇനി നമുക്ക് സെൻസെക്സ് പോകാം.
സെൻസെക്സ് എന്തായാലും നമ്മൾ നിഫ്റ്റിയുടെ പോലെ തന്നെയാണ്, ഇതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, ഇതിനകത്തും അതുപോലെ തന്നെ ഇങ്ങനെ ട്രെൻഡ് ലൈൻ വരച്ച് വെച്ചോളൂ. നിങ്ങൾക്ക് തന്നെ ഈസിലി ആ ട്രെൻഡ് ലൈൻ ഇപ്പോൾ ഇനി വരയ്ക്കാം. ഇതിനകത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് പ്രൈസ് 4th ട്രയാങ്കിൾ ഓർ ട്രിപ്പിൾ ത്രീ കറക്ഷൻ പാറ്റേൺ ഉണ്ടാക്കും. അങ്ങനെയാണ് ചാൻസസ് കൂടുതലുണ്ടാവാറുണ്ട്. അത് തന്നെ ശ്രദ്ധിക്കുക. അത് നമ്മൾ നോക്കിയില്ലെങ്കിലാണ് നമുക്ക് പണി കിട്ടാറുള്ളൂ. അതുകൊണ്ട് നമുക്ക് മോസ്റ്റ്ലി ഈ പാറ്റേൺസ് ശ്രദ്ധിക്കുക. ഏത് ലെഗിലാണ് അത് നോക്കിയിട്ടേ നമുക്ക് ആ പാറ്റേൺ ഫൈൻഡ് ചെയ്യുക. ഇതിനകത്ത് 61.80%, ദാറ്റ് മീൻസ് 81,700 ഇത് ബ്രേക്ക് ആയാൽ പിന്നെയാണ് ഇതിനകത്ത് നല്ലൊരു വീക്ക്നെസ് തുടങ്ങും. അല്ലെങ്കിൽ ബാക്കി 50% ആ ഒരു റേഷ്യോ ഇത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കി റേഷ്യോസ് ഓൾറെഡി ഉണ്ട്. നിഫ്റ്റിയുടെ പോലെ തന്നെ ഇതിനകത്ത് എനിക്ക് ഒന്നും ഇനി പറയാനില്ല. നമുക്ക് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ബ്രേക്ക് ഔട്ട് തരാനുള്ള ചാൻസസിലാണ്. നോക്കാം. 1 2 ഫുൾ 3 തന്നെ പറയാം ഇത്. ആൻഡ് 4th കൺസോളിഡേഷൻ. ആൻഡ് വീണ്ടും ഇവിടെ ട്രാങ്കിൾ ഉണ്ടാക്കണുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇതിങ്ങനെ ഒരു ട്രാങ്കിൾ വല്ലതും ഉണ്ടാക്കണുണ്ടോ എന്ന് നോക്കാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് കുഞ്ഞ് ട്രാങ്കിളേ ഉള്ളൂ. ഇതിൻ്റെ ഓപ്പണിംഗ് എങ്ങനെ അത് നോക്കണം, എന്നിട്ടേ പിന്നെ ട്രാങ്കിളുടെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഐ തിങ്ക് ഇത് തേർഡ് അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തേർഡ് ഹൈ അടിച്ചു. ഐ തിങ്ക് ഇത് ഇനി 4th ആണ് എൻറ്റേർഡ്. മേ ബി ഇത്തിരി ഡിപ്പ് തന്നാലും പിന്നെ ഫുൾ ലെഗിൻ്റെ 50% ഇതിനകത്ത് തേർഡ് എക്സ്റ്റൻഷനിൽ കാണുന്നുണ്ട്. 2 ഡേ ഫോളും അധികമൊന്നും കാണുന്നില്ല. സോ മാക്സിമം 50% വരെ ഇത് 38.0% ഓർ മാക്സിമം 50% അത്രയും വരെ ഇതിനകത്ത് ഇനി റീട്രേസ്മെൻറ്റ് വരാവുള്ളൂ. ഇത് റീട്രേസ്മെൻറ്റ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ തേർഡ് എക്സ്റ്റൻഷനാണ് ഐ ഫീൽ. ഇതിൻ്റെ ബില്ല് പോവുകയാണെങ്കിലാണ് വീക്ക്നെസ് ഉള്ളൂ ഇതിനകത്ത്. സോ ഡിപ്പ് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട്. ഓൾ ഇൻഡെക്സ് ഡിപ്പ് തന്നിട്ടേ മുകളിലേക്ക് പോവുള്ളൂ ഫസ്റ്റ്. ഓക്കെ, സോ നോക്കാം എങ്ങനെയാണ്. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്.